ഹലോ ചങ്ങായിമാരെ, നമ്മൾ പുതിയൊരു വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന വീടിന് ഈ രീതിയിലാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള പരിപാടിയാണെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പതിവ് പോലെ ആദ്യം തന്നെ മെറ്റീരിയൽ ഇറക്കി പ്രൈമർ അടിച്ച് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. പൈപ്പ് മൊത്തം പ്രൈമറിലടിച്ച് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന ഏരിയയിലാണ് ചെയ്യേണ്ടത്. കുറച്ച് വലിയ ഏരിയ ഉണ്ട്. ഫ്രണ്ട് ഭാഗത്ത് സെറാമിക് ബോർഡും ബാക്ക് സൈഡിൽ ഷീറ്റുമാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സാധനമെല്ലാം ഇറക്കി മേലെ വലിച്ചു കയറ്റി തന്നെ കുറച്ച് പണിയുണ്ട്. എല്ലാം വലിച്ചു കയറ്റി നിരത്തിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പണി തന്നെയാണ് അത് കഴിയുമ്പോൾ പ്രൈമർ അടിക്കലാണ് പണി മെയിനായിട്ട്. പ്രൈമർ അടിക്കേണ്ട പണി തുടങ്ങിയിട്ടുണ്ട്. പ്രൈമറിലടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ വർക്കിന് മെയിനായിട്ട് വരുന്നത് 3 ചുടുകോടിയും 2 ആനവാനുമാണ്. പിന്നെ സൈഡിലൊരു ആനവായി. അപ്പം അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ മെയിൻ ഉത്തരം സെറ്റാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അളവെല്ലാം സെറ്റാക്കി പിന്നെ ഉത്തരം സെറ്റാക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് തൂണ് പോസ്റ്റ് സെറ്റ് ചെയ്യുകയാണ്. അത് കോൺക്രീറ്റ് തുളച്ചിട്ട് ബോൾട്ട് സെറ്റാക്കിയിട്ട് അതിൽ തൂണ് ഫിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് അളവിൽ മെയിൻ ഉത്തരം സെറ്റാക്കി കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞ്. ആ അളവ് സെറ്റാക്കലാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അത് റെഡിയാക്കി നമുക്ക് വേണ്ട ചെരിവെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പരമാവധി ചെരിവ് കൂട്ടുന്നതിനനുസരിച്ച് കാണാനുള്ള ലുക്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ പോസ്റ്റെല്ലാം നാട്ടി മെയിൻ ഉത്തരം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് മെയിൻ ഉത്തരമെല്ലാം സെറ്റ് ചെയ്ത് ഉത്തരമായിട്ട് നമ്മൾ 4ക്ക് 2 സെറ്റ് ചെയ്യുന്നത്. പതിവ് പോലെ വെയിൽ തന്നെയാണ് മെയിൻ വില്ലൻ. അതുകൊണ്ട് നമ്മൾ പരമാവധി രാവിലെ പണി തുടങ്ങിയിട്ട് ഒരു 11 മണി 12 മണിയാകുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് ഒരു 3 മണിക്ക് ശേഷമാണ് ബാക്കി പണി ചെയ്യുന്നത്. ഇവിടെ മെയിൻ ഉത്തരം സെറ്റാക്കി കഴിഞ്ഞാൽ 2 ആനവായനുണ്ട്. 2 ആനവായൻ സെറ്റാക്കാനുള്ള കൊടി സെറ്റാക്കുകയാണ്. അപ്പോൾ അതിന് കഴുക്കോല് വെച്ചിട്ട് അതിൽ നിന്ന് കോടിക്കഴുക്കോല് സെറ്റ് ചെയ്തതിന് അതിന് ഉത്തരം സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കണം. അതെല്ലാം ആദ്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ കഴുക്കോലുകളെല്ലാം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കോട്ട് അളവ് സെറ്റാക്കുമ്പം പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓടിൻ്റെ എണ്ണം ആദ്യം തന്നെ കണക്ക് കൂട്ടിയിട്ട് ഓടിൻ്റെ അളവിനനുസരിച്ച് കഴുക്കോല് വെക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ല പിന്നെ അവിടെയും ജോയിൻ്റ് വരുമല്ലോ, ഓട് കട്ടാക്കേണ്ടി വരും. അപ്പോൾ എല്ലാ സ്ഥലത്തൊന്നും അങ്ങനെ നടക്കില്ല. ഇവിടെയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നടക്കും. അപ്പോൾ എന്നാലും ആ ഒന്ന് സെറ്റാക്കിയാലും മെയിൻ കോടിയുടെ സെറ്റാക്കിയാലും ബാക്കിയുള്ള ഭാഗത്ത് ഒരുപോലെ കിട്ടണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ മെയിനായിട്ടുള്ളതൊന്ന് സെറ്റാക്കുകയാണെങ്കിൽ അതിൻ്റെയും ജോയിൻ്റ് കുറയ്ക്കാൻ പറ്റുമല്ലോ. ഈ ജോയിൻ്റ് ഓടുവെക്കലൊക്കെ കുറച്ച് റിസ്ക്കുള്ള പണിയല്ലേ. ഒന്നുകിൽ ഒട്ടിക്കണം, എല്ലാം ചെയ്യണ്ടേ, കട്ടാക്കിയിട്ട് ഒട്ടിക്കണം. പിന്നെ പരമാവധി വേസ്റ്റേജും കുറഞ്ഞ് കിട്ടും കട്ടാക്കാതിരിക്കുകയാണെങ്കിൽ. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴുക്കോലെല്ലാം വെച്ച് ചുടുകോടിയുടെ സെറ്റിംഗ് ഉണ്ട്. ചുടുകോടിയും സെറ്റാക്കിയിട്ടുണ്ട് ഏകദേശം. ചുടുകോടിക്ക് കഴുക്കോല് സെറ്റാക്കി. പിന്നെ കൂടുതലും പറ്റ് കഴുക്കോലുകളാണ് ഇവിടെ വരുന്നത്. മെയിനായിട്ടുള്ള നീളമുള്ള കഴുക്കോലുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം എല്ലാം കട്ടിങ്ങാണ്. 2 സൈഡ് കട്ടിങ് ടേപ്പർ കട്ടാക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടിലുണ്ടായിന്. ഫ്രണ്ടിൽ ഓട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബാക്കിലോട്ട് ഷീറ്റ് ഇടുന്ന പരിപാടിയും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കഴുക്കോല് ചെയ്യുന്നുണ്ട്. അത് 2 16 അടിയുടെ ഷീറ്റാണ് പുറത്തോട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊരു ഉത്തരം കൊടുത്തിട്ട് 1 കഴുക്കോല് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇടയ്ക്ക് ഉത്തരം കൊടുക്കുന്ന മേലെയുണ്ട്, ഉത്തരം അടിയിലുമുണ്ട്. അപ്പോൾ അതിൽ നിന്നോളും. കാരണം തൂണ് ഇടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം മേലെ അങ്ങനെ ഒരു ഉപയോഗമൊന്നുമില്ല സ്ഥലമല്ല അത്. അപ്പോൾ പിന്നെ പുറകിലോട്ട് ഷീറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. വാട്ടർ ടാങ്കിൻ്റെ അവിടെ നമ്മൾ കുറച്ച് പൊക്കിയിട്ട് ഷീറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വാട്ടർ ടാങ്കിൻ്റെ അവിടെ മാത്രം വാട്ടർ ടാങ്കിന് മാത്രം 2 സൈഡിലോട്ട് ചേച്ചിട്ട് കുറച്ച് പൊക്കിയിട്ടാണ് ഷീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പണിയും കൂടി എല്ലാം കൂടി നടക്കുന്നുണ്ട്. ഷീറ്റിൻ്റെ പണി പട്ടികയിലടിച്ച് ഏകദേശം തീർത്തിട്ടുണ്ട്. അപ്പം വെയിലായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷീറ്റ് പരമാവധി വേഗം ഇട്ട് തീർത്തേക്കാന്നുള്ള പ്ലാനും കൂടി ഉണ്ട്. ഓടിൻ്റെ പണി ഫുള്ള് തീർക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അത്യാവശ്യം വിശ്രമിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതിനുള്ള സൗകര്യം കൂടി ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്.
സെറാമിക്കിൻ്റെ പട്ടിക അടിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സാധാ നോർമൽ സെറാമിക്കിൻ്റെ നോർമൽ ഓടാണ് ചെയ്യുന്നിരിക്കുന്നത്. KPGയുടെ ഓടാണ് നമ്മൾ ഇവിടെ ഇടാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇവിടെ 2 ആനവാനുണ്ട്. അപ്പോൾ ആനവാൻ്റെ ഫ്രണ്ടിൽ നമ്മൾ 4 2 പൈപ്പ് ബോർഡർ വെക്കാനുള്ള പ്ലാനുണ്ട്. അതിന് വേണ്ടി 4 നമ്മൾ വെക്കുന്നത്. കുറച്ച് വീതി തോന്നിക്കാൻ മൂലയോട് നോക്കുമ്പോൾ അതിനുള്ളിൽ പോവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷീറ്റിൻ്റെ പണിയും നമ്മൾ നേരത്തെ തന്നെ എടുക്കുമായിരുന്നു. ഷീറ്റ് ഇടുകയാണെങ്കിൽ കുറേ ഭാഗം ഷീറ്റ് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നിൽക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം കിട്ടുമല്ലോ. ഷീറ്റ് ഇതിന് വേണ്ടി നമ്മൾ ഓക്സിയുടെ 4/7 ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ ഓടിൻ്റെ പണി തീർക്കാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ഷീറ്റ് രണ്ടാമത്താലും കുഴപ്പമില്ല. പക്ഷേ വെയിൽ കാരണം നമ്മൾ ഷീറ്റ് ആദ്യം തന്നെ ഇടേണ്ട ഒരു സാഹചര്യം വരികയാണുണ്ടായിന്. അതുകൊണ്ട് ഷീറ്റിൻ്റെ പണിയും കൂടി അതിൻ്റെ കൂടെ തന്നെ എടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സ്റ്റെയർ കേസും ചെയ്യാനുണ്ട്. കാരണം വീടിനുള്ളിൽ സ്റ്റെയർ ഒന്നുമില്ലല്ലോ. അപ്പോൾ പുറത്തുകൂടി ഒരു സ്റ്റെപ്പ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളത് ഓടിൻ്റെ പണി എടുക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റെപ്പിൻ്റെ പണിയും കൂടി ചെയ്യുകയാണ്. കാരണം ഓട് കയറ്റാനും നമുക്ക് സുഖം കിട്ടുമല്ലോ. ഇത് പിന്നെ കണി വെച്ച് കയറണ്ടേ. ഇതാകുമ്പോൾ സ്റ്റെയർ വഴി നല്ല സുഖമായിട്ട് കയറാമല്ലോ. അതുകൊണ്ട് സ്റ്റെയർ നമ്മൾ ഓടിടുന്നതിന് മുമ്പ് തന്നെ സ്റ്റെയറിൻ്റെ പണി എടുക്കുന്നുണ്ട്. സ്റ്റെയറും വീടിൻ്റെ സൈഡിനോട് ചേർന്ന് തന്നെ നമ്മൾ 2 ലാൻഡിങ്ങൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിനോട് പരമാവധി അടുപ്പിച്ച് ചെയ്യുകയാണെന്നുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നനയാതാക്കുമ്പോൾ പുറത്തോട്ട് തള്ളി നിൽക്കില്ല, വീടോട് തന്നെ ചേർന്ന് നിൽക്കും. അപ്പോൾ സ്റ്റെയറും നമ്മൾ നനയാതെ അതിന് വേണ്ടിയിട്ട് ഓടിടുന്നുണ്ട്. അതിൻ്റെ മേലെ വീടിൻ്റെ ഒരു സൈഡിലോട്ട് ചേർന്നിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെയാണ് പ്ലാൻ പ്രകാരം അവിടെയാണ് നമ്മൾ സ്റ്റെയറിന് വേണ്ടിയിട്ട് ഗ്യാപ്പ് ഒഴിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓടെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓട് ഇതൊക്കെ വന്നിട്ടുണ്ട്. KPGൻ്റെ ഓടാണ്. ഓട് വന്നാളെ തന്നെ അപ്പോഴത്തേക്കും തന്നെ നമ്മൾ സ്റ്റെയർ ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയറിൽ കൂടെ ഓടെല്ലാം നമ്മൾ ഈസി ആയിട്ട് ഓരോ കെട്ട് എടുത്തിട്ട് കയറാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈവിധിയൊന്നും പിടിപ്പിച്ചില്ല, കൈവിധിയെല്ലാം മെല്ലെ പിടിപ്പിക്കല. അപ്പം സ്റ്റെയർ സെറ്റായിട്ടുണ്ട്. അപ്പം ഓടും വന്ന് ഓട് മേലോട്ട് കയറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി പണിയെല്ലാം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓടിൻ്റെ പട്ടികയെല്ലാം അടിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ആനവായുടെ ഫ്രണ്ടിൽ 2 ആനവായുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ അവിടെ എന്തടിക്കേണ്ടതെന്നുള്ളത് പ്ലാൻ കറക്റ്റില്ലായിരുന്നു. ആദ്യം ACP അടിക്കാമെന്നത് പ്ലാൻ ചെയ്തു. പിന്നെ ഇതുപോലെ ഡിസൈൻ പൈപ്പ് കുത്താൻ പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മൾ 1.25 പൈപ്പ് ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പിട്ടിട്ട് ഫുള്ള് കുത്തനെ അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പൈപ്പൊക്കെ കുത്തുവാണെങ്കിൽ ഭാവിയിലാണെങ്കിലും പെയിൻറ്റൊക്കെ മാറ്റവും ഒന്നും ചെയ്യാമല്ലോ. പിന്നെ ACP ആകുമ്പോൾ ഇത്രയും ഏരിയയിൽ വരുമ്പോഴത്തേക്കും ജോയിൻ്റൊക്കെ അടിക്കേണ്ടി വരും. ACP ആണെങ്കിലും മൾട്ടിവുഡ് ആണെങ്കിലും എന്ത് ചെയ്താലും അപ്പം ജോയിൻ്റൊക്കെ വരുമല്ലോ. അപ്പം ജോയിൻ്റ് ഇല്ലാതെ അതിലും വൃത്തി ഇതായിരിക്കുന്നുള്ള അഭിപ്രായത്തിൽ ലാസ്റ്റ് എത്തുമായിരുന്നു. അപ്പം ഒരു സൈഡിൽ നിന്ന് ഓടും നിരത്താൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാ പണികളും കൂടി ഒന്നിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓടിടലും എല്ലാം കൂടി നടക്കുമായിരുന്നു. കാരണം വെയിലുള്ളതുകൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ വെയിലുള്ളതുകൊണ്ട് അതിൻ്റെ അടിയിലിരുന്നിട്ട് നമുക്ക് ബാക്കി അത്യാവശ്യം പണികളെല്ലാം ചെയ്യാമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ആനവയുടെ ഫ്രണ്ടിലോട്ട് വരുന്നിടത്ത് അടിയിൽ ACPൻ്റെ ഷീറ്റ് അടിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഓട് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ACP ഷീറ്റ് വൈറ്റ് ACP ഷീറ്റ് അടിച്ചിരിക്കുകയാണ്. എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ വർക്ക് ഏകദേശം ഇങ്ങനെ ഓരോ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം തീരാനെല്ലാം ആയിട്ടുണ്ട്. ഓടെല്ലാം നിരത്തി കഴിഞ്ഞു. ഇനി മൂല കട്ട് ചെയ്യാനുണ്ട്. ചുഴുകോടി മെയിനായിട്ട് ചുഴുകോടിയെ കട്ട് ചെയ്യാനുള്ളൂ. മെയിൻ കോടിക്ക് അധികം കട്ടിങ്ങൊന്നും ഇല്ല, ചെറിയ കേസേ ഉള്ളൂ. പിന്നെ മൂല വെക്കാനാണെങ്കിൽ തന്നെ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് വലിയ പണിയില്ല, കോടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ മൂല വെക്കാൻ ഓട് വെക്കുന്നതാണെങ്കിൽ തന്നെ പാത്തി സെറ്റ് ചെയ്തിട്ട് അതിലോട്ട് സ്ക്രൂ അടിക്കുകയാണ്. സിലിക്കോണും കൂടി ഇട്ടിട്ട് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മുടെ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വർക്കിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ആലക്കോടാണ്. കണ്ണൂർ ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്പർ ഇവിടെ കൊടുക്കുക. ഏകദേശം നമ്മുടെ പണികളെല്ലാം ഏകദേശം തീരാനായിട്ടുണ്ട്. ഓടെല്ലാം കട്ട് ചെയ്ത് നൂലോടെല്ലാം വെച്ചിട്ടുണ്ട്. ഷീറ്റിൻ്റെ പണിയും ഏകദേശം തീർന്നിട്ടുണ്ട്. പിന്നെ കുറേ കട്ടിങ്ങിൻ്റെ പൊടിയെല്ലാം ഉണ്ട് ഓടയിലും ഷീറ്റെല്ലാം ആയത്. നല്ല പരാതി നമ്മൾ ക്ലീനാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ പണിയും തീർന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലൊരു ചെറിയ പോളികാർബണിൻ്റെ ഒരു വർക്കും കൂടി ചെയ്യുന്നുണ്ട്. അതിനുള്ള ഫ്രെയിമെല്ലാം അടിച്ച് അതും ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വർക്കെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൂലയോടെല്ലാം നമ്മൾ സിലിക്കോണിലിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫുള്ള് തീർന്നിട്ടുള്ള വിഷ്വൽ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയാം. അപ്പം നല്ല വെയിലുള്ള ഒരു സൈറ്റായിരുന്നു. അപ്പം
ഫ്രണ്ട് വശത്ത് കാണുന്നിടത്താണ് ഓട് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലോട്ടെല്ലാം നമ്മൾ ഷീറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ബോർഡറെല്ലാം അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിഷ്വലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ പണിയും ഏകദേശം തീർന്നു. ഇതാണ് സ്റ്റെയർ വീടിൻ്റെ സൈഡിൽ തന്നെ. അത് നനയാതെ നമ്മൾ അതിന് മേലെ ഓടെല്ലാം ചെയ്തിട്ടുണ്ട്.